ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കാത്ത ആളെ വിളിക്കുന്ന പേരാണ് സുഹൃത്ത്. സാഹചര്യങ്ങൾ കൊണ്ടും സമ്മർദ്ദങ്ങൾ കൊണ്ടും തനിച്ചാകാൻ നിർബന്ധിക്കപ്പെടുമ്പോഴും അദൃശ്യ സാമീപ്യത്തിനുള്ള ശേഷി യഥാർത്ഥ സൗഹൃദങ്ങൾക്കിടയിലുണ്ടാകും. എല്ലാവരും ഉള്ളപ്പോഴല്ല നമ്മൾ യഥാർത്ഥ സൗഹൃദങ്ങളെ അന്വേഷിക്കുന്നത്. ആരുമില്ലാതെ വരുമ്പോൾ അടുത്തിരിക്കാൻ ധൈര്യപ്പെടുന്ന ആരെങ്കിലുമുണ്ടോ എന്നതിലാണ് എല്ലാവരുടെയും സൗഹൃദാന്വേഷണങ്ങൾ ചെന്നെത്തുന്നത്. എല്ലാവരും ഉള്ളപ്പോൾ ആരുടെയും വില നമുക്ക് മനസ്സിലാകാറുമില്ല. ആരുമില്ലാതാകുമ്പോൾ പഴി പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയ ഓരോ ബന്ധത്തിൻ്റെയും വിലയറിഞ്ഞു തുടങ്ങും. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവരെക്കാൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവർക്കാണ് ബന്ധങ്ങളിൽ മുൻഗണന നൽകേണ്ടത്. ഇഷ്ടങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവർക്ക് അവരുടേതായ ചില ഇഷ്ടങ്ങളും ഉണ്ടാകും. അവയ്ക്ക് നമ്മൾ കുട പിടിക്കേണ്ടി വരും. ആവശ്യങ്ങളുള്ളവരോട് അടുക്കാനോ അവരുടെ ആവശ്യങ്ങളുടെ കൂടെ നിൽക്കാനോ അധികം ആർക്കും താല്പര്യവും ഉണ്ടാകണമെന്നില്ല. ആരായിരുന്നു യഥാർത്ഥ സ്നേഹിതനെന്ന തിരിച്ചറിവാണ് ബന്ധങ്ങളുടെ മാറ്റ് നിശ്ചയിക്കുന്നത്. ഒരിക്കലും ചേരില്ല എന്ന് കരുതുന്നവർക്കിടയിൽ പോലും ഒരു സമവാക്യം രൂപപ്പെടും. അവർക്ക് മറ്റാരുമില്ലെന്ന് മനസ്സിലാകുകയോ ഒരുമിച്ച് നിന്നാലേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും തിരിച്ചറിയുകയോ ചെയ്താൽ മാത്രം.